ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥികളെ പരിചയപ്പെടാം. അവർ ഗസ്റ്റിലേക്ക് പ്രധാന വാർത്തകളുടെ സമയത്ത് പറഞ്ഞിരുന്നു, ദാമോദരൻ മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അവർ ഗസ്റ്റ് എന്നുള്ള സെഗ്മെൻറ്റും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥികളായുള്ളത് തിരുവനന്തപുരത്ത് നിന്നും സംവിധായകനും മാക്ടയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ GS വിജയൻ, കോഴിക്കോട് നിന്നും ദാമോദരൻ മാഷിൻ്റെ മകളും തിരക്കഥാകൃത്തുമായ ദീദി ദാമോദരൻ എന്നിവരാണ്. ദീദി, സ്വാഗതം. നമ്മളുടെ ഇൻട്രാക്ഷനിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു സ്റ്റോറി കാണാം. ചടലവും തീവ്രവുമായ സംഭാഷണ ശൈലി കൊണ്ട് ഒരു കാലഘട്ടത്തെ മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച തിരക്കഥാകൃത്ത് ടി ദാമോദരൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 2 വയസ്സ്. പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ പറയുക, സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുക, അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ദാമോദരൻ മാഷ്. 80കളിലും 90കളിലും ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ തെളിയുമ്പോൾ മലയാളി എത്തിച്ചേരുന്നത് ആരും കാണാതെ പോയ ജീവിതങ്ങളിലേക്കും കഥകളിലേക്കുമാണ്. ഒറ്റപ്പെട്ടവരുടെയും പീഡിതന്റെയും ജീവിത പരാജയങ്ങളും പ്രശ്നങ്ങളും ദാമോദരൻ മാഷ് തന്റെ തൂലികയിലൂടെ അപ്രപാളിയിലെത്തിച്ചപ്പോൾ മലയാളി പലതും തിരിച്ചറിയുകയായിരുന്നു. രോഷാകുലനായ നായകൻ എന്ന സങ്കല്പത്തെ, രാഷ്ട്രീയ ചേരിതിരിവുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ എല്ലാം മലയാള സിനിമയിൽ ജനകീയമായി അവതരിപ്പിച്ചത് ദാമോദരൻ മാഷായിരുന്നു. നാടകത്തിലൂടെ സിനിമയിലെത്തിയ ദാമോദരൻ മാഷ് ആദ്യം അഭിനേതാവായി, പിന്നെ തിരക്കഥാകൃത്തായി. ലവ് മാരേജ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ദാമോദരൻ മാഷ് ആദ്യമായി തിരക്കഥ എഴുതുന്നത്. പ്രായോഗിക രാഷ്ട്രീയ രംഗത്തെ അടിയൊഴുക്കുകളും അകംകഥകളും ചലച്ചിത്രങ്ങളായപ്പോൾ മലയാളിയും അമ്പരന്നു. മലയാള സിനിമയിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്ക് അവിടെ തുടക്കമിടുകയായിരുന്നു. ഹരിഹരൻ ചിത്രത്തിലൂടെ തിരക്കഥ എഴുതി തുടങ്ങിയ ദാമോദരൻ മാഷ് IV ശശിയുമായി കൈകോർത്തപ്പോൾ അവിടെ മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകൾ പിറക്കുകയായി. IV ശശിക്ക് വേണ്ടി ദാമോദരൻ മാഷ് എഴുതിയ സിനിമകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാവ്യതിയാനങ്ങളെ വരച്ചിട്ടു. ഇന്ത്യൻ സിനിമയിൽ തന്നെ പൊളിറ്റിക്കൽ സിനിമ എന്ന ഒരു ജോണറിന് ദാമോദരൻ മാഷ് തുടക്കമിട്ടതോടെ നിരവധി ചരിത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ പിറക്കുകയായി. സമൂഹത്തിലെ അനീതികളെയും മൂല്യച്യുതികളെയും തുറന്നുകാട്ടുന്ന രചനയിലൂടെ ദാമോദരൻ മാഷ് പഴയ കാലത്തിന്റെ തീച്ചൂളയിലേക്ക് മലയാളിയെ എത്തിക്കുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന മാഷിനെ പോലെയായി അദ്ദേഹം. മലയാള സിനിമയിൽ ഒരേ സമയം വളരെ തികച്ചും ബ്ലോക്ക് ബസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശക്തമായ തിരക്കഥകളുള്ള ചിത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഒരു തികഞ്ഞ ഫാമിലി മാൻ, ഐഡിയൽ ഫാദർ ഒക്കെയായിരുന്നു ദാമോദരൻ മാഷ് എന്ന് കേട്ടിട്ടുണ്ട്. ദീദി, ഈ അവസരത്തിൽ എങ്ങനെ മാഷിനെ ഓർക്കുന്നു? അത് എല്ലാ പെൺകുട്ടികളെയും പോലെ അച്ഛൻ തന്നെയാണ് എൻ്റെയും ഹീറോ. പക്ഷെ ഓർക്കുന്നത് പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛൻ പോയിട്ട് 2 കൊല്ലമാവുന്നു. മറന്നുപോയ ഒരു നിമിഷം, ഒരു ദിവസം പോലും ഇല്ല. എന്തെങ്കിലും മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ദിവസം തന്നെയാണ്. ഇത് മറികടക്കാൻ വലിയ പ്രയാസമാണ്. പോയി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മൾ എത്ര വലിയൊരു കടലാണ് നമ്മുടെ മുന്നിൽ പറ്റിപ്പോയത് എന്നറിയുന്നത്. വിജയൻ സർ, നിങ്ങൾ 2 പേരും കൂടെ ഒരു ചിത്രമേ വന്നിട്ടുള്ളൂ, ആനവാൽ മോതിരം. എന്നിരുന്നാൽ കൂടി വളരെ അടുപ്പവും വളരെ ഗാഢമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ മാഷിൻ്റെ ഈ അവസരത്തിൽ എങ്ങനെയാണ് മാഷിനെ ഓർക്കുന്നത്? ഈ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരു ഭംഗിവാക്ക് പറയാറുണ്ട്, അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദാമോദരൻ മാഷിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് കറക്റ്റാണ് എന്നറിയാം. മാഷുമായിട്ട് എനിക്ക് അത്ര അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, സിനിമയിൽ ഇപ്പോൾ ഒരുമിച്ച് ഒത്തിരി തിരക്കഥകൾ എഴുതി സംവിധാനം ചെയ്യുന്ന 2 ടെക്നീഷ്യന്മാർ, ഒരു തിരക്കഥാകൃത്തും സംവിധായകനും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് മാഷുമായിട്ടുണ്ടായിരുന്നു. ഒരു പടം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ആനവാൽ മോതിരം. എനിക്ക് തോന്നുന്നു അത് ആ കാലഘട്ടത്തിൽ മാഷെ പരിചയപ്പെടാൻ സാധിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം പണ്ട് ഒരു
സംവിധായകൻ്റെ കൂടെ ഒരാൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വന്നാൽ അതൊരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മളൊരു കുടുംബത്തിനകത്തിപ്പം ഒരു നമ്മളെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾ ഒരു ഗൃഹനാഥൻ്റെ സ്ഥാനത്തും മറ്റുള്ള ആൾക്കാർ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ പോലെയും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിനകത്ത് അച്ഛൻ അമ്മ കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അമ്മാവൻ കസിൻസ് അങ്ങനെ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും അതെൻ്റേതാണ്, നീ എൻ്റേതാണെന്ന് പറയുന്നൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ട് ഈ ഒരു കുടുംബത്തിന് ഇന്നും കുടുംബമുണ്ട്. ആ കുടുംബത്തിനകത്ത് തന്നെ എന്താ പറയുക, കൊച്ചു ഫാമിലികളെ തിരിഞ്ഞിട്ട് ന്യൂക്ലിയർ സിസ്റ്റമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ബന്ധത്തിന് ഇന്നും ഭയങ്കര ഡെപ്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സിനിമ മാത്രമേ ചെയ്തുകൊള്ളെങ്കിലും മാഷ് ഞാനുള്ള ബന്ധത്തിന് ഇന്നും ഞാൻ ഇനി മരിക്കുന്നവരെ മാഷോടുള്ള ബന്ധമുണ്ടോ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അത്ര ബന്ധമുണ്ടായിരുന്നു മാഷുമായിട്ട്, അടുപ്പം. പിന്നെ മാഷ് നമ്മൾ എപ്പോൾ കണ്ടാലും മാഷയുടെ ഒരു മാഷെ ഒരാൾക്ക് ആദ്യം കണ്ടാലേ മറക്കാൻ പറ്റില്ല. മാഷയുടെ ഒരു സംസാര രീതിയും അധ്യാപകനായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ്, അതിപ്പം സിനിമയെക്കുറിച്ചല്ല, സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളായാലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. മാഷ് സംസാരിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാഷ് പറഞ്ഞു തരാൻ പറ്റും. അതൊരു വലിയൊരു വ്യക്തിത്വമായിരുന്നു ദാമോദരൻ മാഷ്. എൻ്റെ കുടുംബമായിട്ടും എൻ്റെ വീട്ടിൽ അദ്ദേഹം പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഫിലിം ഫെസ്റ്റിവൽസിന് സമയത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. നല്ല ബന്ധമായിരുന്നു അതിനോട്ട്. ഇപ്പോഴും എൻ്റെ ഭാര്യ പോലും പറയും, മാഷെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വിഷമമാകുക. കാരണം ഒരു അറ്റാച്ച്മെൻറ്റ്. കാരണം ഒരു തിരക്കഥാകൃത്ത്, ഒരു സിനിമാക്കാരൻ വീട്ടിൽ വരുന്നത് പോലെ അല്ല മാഷ് വീട്ടിൽ നിന്ന് ആ രീതി. അതുകൊണ്ട് നമുക്കൊരു വലിയൊരു ഭയങ്കര നഷ്ടമാണ് വ്യക്തിപരമായിട്ട്. സിനിമാപരമായിട്ടും അങ്ങനെ തന്നെയാണ്. മാഷുണ്ടാക്കി വെച്ച സിനിമകൾ ഒരു പ്രത്യേകതര ഒരു പൊളിറ്റിക്കൽ സിനിമ, സാധാരണക്കാരൻ്റെ കാര്യം പറയാനുള്ള ഒരു സിനിമ. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സിനിമകൾ ആദ്യം തുടങ്ങി വെച്ച് ദാമോദരൻ മാഷ. അത്തരത്തിലുള്ള സംഭാഷണങ്ങളും മാഷക്ക് പറയാനുള്ള കാര്യങ്ങൾ, സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരൻ ആലോചിക്കുന്ന കാര്യങ്ങൾ മാസ്റ്ററുടെ പേനയിൽ നിന്നും അടർന്നു വീണ് അത് പ്രത്യേകിച്ച് സംവിധായകനായി വി ശശി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടി വന്നപ്പോൾ ആൾക്കാർ ഏറ്റവും ഏറ്റെടുത്തൊരു സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് ദാമോദരൻ മാഷെക്കുറിച്ച് പറയാൻ എനിക്ക് 100 നാവാം. ദീദി, ഈ ഒരു അവസരത്തിൽ പറയാമോ എന്നറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ചിക്ക് പെക്ട് എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അച്ഛനെന്ന നിലയിൽ മക്കളോട് അത്രയ്ക്ക് അധികം അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കുട്ടിക്കാലത്തൊക്കെയുള്ള കാര്യം? തിരക്കിട്ട ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു സമയമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛനെ പറഞ്ഞ പോലെ ഹെൻപെക്റ്റ് എന്നല്ല, ചിക്ക് പെക്റ്റ് തന്നെയാണ് അച്ഛൻ്റെ ഫ്രണ്ട്സ് കളിയാക്കി വിളിക്കാറുള്ളത്. ഞങ്ങൾ 3 കുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്. അച്ഛൻ്റെ കൂടെ എല്ലാത്തിനും നമ്മൾ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതിനാൽ ആ സ്പേസ് അച്ഛൻ്റെ ജീവിതത്തിലെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങൾക്ക് തന്നിട്ടും ഉണ്ടായിരുന്നു. നഖം വെട്ടിക്കൊടുക്കുന്ന തൊട്ട് അച്ഛൻ്റെ ഉടുപ്പ് വാങ്ങിക്കുന്നതും ചെരുപ്പ് വാങ്ങിക്കുന്നതും മുടി വെട്ടാൻ പോകുന്നത് പോലും ഞങ്ങളുമായിട്ടുള്ള അതിലൊക്കെ ഞങ്ങൾക്ക് ഇടയുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടായിരിക്കണം ചിക്ക് പെക്ട് എന്ന് വിളിച്ചതും. അച്ഛൻ്റെ എല്ലാ കാര്യവും നമ്മൾ വിചാരിക്കുന്ന ഞങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ് അച്ഛനെ എന്നാണ് ഞങ്ങളുടെ വിചാരം. പക്ഷെ അത് തിരിച്ചായിരുന്നു. ആ സ്പേസ് തരിക വഴി എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ലൈഫ് സ്റ്റൈല് നമ്മളെ പഠിപ്പിക്കായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പോയി കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഇവിടെ ബാക്കിയാക്കി പോയ അച്ഛൻ്റെ ഒരു നീതിബോധമുണ്ട്. അത് ഇപ്പം ഞങ്ങളുടെ ജീവിതം കൊണ്ട് അച്ഛൻ ജീവിച്ച പോലെ തന്നെ ജീവിക്കണം എന്നാണ്. അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുത്തുമ്പോൾ നേരത്തെ വിജയേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു എൻ്റെ പിന്നിൽ. കാര്യങ്ങൾ ഞങ്ങളോട് പറയാതെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം
തളർന്നു പോകാൻ പാടില്ല. പിന്നെ ഇപ്പം സിനിമയിൽ കൂടെ തന്നെ അച്ഛൻ പറയുന്ന രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്തൊരു തരം നീതിബോധമുണ്ട്. അതിന് നല്ല സ്റ്റാമിനയും വേണം നമുക്ക് അതിൻ്റെ മേലെ പിടിച്ച് നിൽക്കാൻ, ഉറച്ച് നിൽക്കാൻ. പക്ഷെ അത് വേണം നമ്മളെ മുന്നോട്ട് നയിക്കാൻ എന്നാണ് തിരിച്ചാലോചിക്കുമ്പം. ഇപ്പം അച്ഛൻ എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതെന്ന് ആലോചിക്കുമ്പം അത് തന്നെയാണ് തോന്നുന്നത്. അതേ ലൈഫ് സ്റ്റൈലിൽ തന്നെ ജീവിക്കണം എന്നാണ് ഞങ്ങൾ മൂന്നാളും ആലോചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനാശൈലിയിൽ വ്യത്യസ്തത പുലർത്തിയ ചിത്രങ്ങൾ പെട്ടെന്ന് പറയുന്നത് കാറ്റത്തെ കിളിക്കൂടും, അതുപോലെ തന്നെ ആനവാൽ മോതിരവുമാണ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിനകത്ത് കൂടുതൽ എന്ന് വെച്ചാൽ അതിനകത്തൊരു ആത്മകഥാംശം ചെറിയ രീതിയിലുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റത്തെ കിളിക്കൂട് എന്നുള്ളൊരു ചിത്രം ദീദിക്ക് എത്രത്തോളം അടുത്ത് നിൽക്കുന്നതാണ്? കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന സിനിമ എപ്പോഴും അതിൻ്റെ പേര് വേറെ ആൾക്കാരുടെ പേരാണ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കൂടെ എഴുതി കണ്ടിട്ടുള്ളത്. നമ്മൾ അക്കാഡമി ഇറക്കുന്ന മറ്റേ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഇറക്കുന്നതിൽ പോലും ക്രെഡിറ്റ് ലൈനിൽ അച്ഛൻ്റെ പേര് കാണാറില്ല. എനിക്ക് തോന്നുന്നു അച്ഛന് ഈ പൊളിറ്റിക്കൽ ഫിലിംസിൻ്റെ അത് ലേബിൾ അറ്റാച്ച് ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടോ ഒറ്റായിരിക്കണം. പ്രോമിനൻറ്റ് ഫിലിംസൊക്കെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളായതുകൊണ്ടുമായിരിക്കണം കാറ്റത്തെ കിളിക്കൂട് സാധാരണ, അതേപോലെ ആനവാൽ മോതിരം പോലത്തെ സിനിമകളൊന്നും അച്ഛൻ്റെ സിനിമയായിട്ട് ആരും പരിഗണിക്കാറില്ല. കാറ്റത്തെ കിളിക്കൂട് കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ പോലും അന്നത്തെ നമ്മളെ വീട്ടിലെ ഫോൺ നമ്പറാണ്. അത് അറമ്പറ്റി പോകരുത് എന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് അതിൽ 3 പെൺകുട്ടികളെ കൂടെ ഒരു ആൺകുട്ടീനെ കൂടെ ആ സിനിമയിൽ പിന്നെ ചേർക്കുക ചെയ്തത് ആ സ്റ്റോറിയിൽ. കാരണം അതുപോലെ ഉള്ളൊരു ദാമ്പത്യമായി പോകരുത് എന്ന് പേടിച്ചിട്ടുണ്ടാവണം. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ മറ്റേ ഗംഗേട്ടനൊക്കെ കൂടെ നിർബന്ധിച്ചിട്ടാണ് അതിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ഒരു ആൺകുട്ടി കൂടെ ഉണ്ടാകുന്നത്. ബാക്കി അതിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ന്യൂആൻസസ് മുഴുവൻ ഞങ്ങൾ കടന്നുപോയ ഞങ്ങളുടെ തന്നെ ജീവിതമായിട്ടാണ് ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക.